അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടുള്ള വെള്ളിലേക്കില്ലേ ഒന്ന് വെക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മീനിന് പോയപ്പോൾ അവിടെ മീൻ റേറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓനോ റേറ്റ് പറഞ്ഞപ്പോൾ ഞാനും റേറ്റ് പറഞ്ഞു. അപ്പോൾ ആ മീൻ നമ്മളെ മേത്ത് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മീൻ ചുടുന്ന വീഡിയോ കേട്ടോ. അപ്പം നമ്മൾ മീൻ മുറിക്കുന്നതും കട്ടിങ്ങും മസാല കൂട്ടുന്നതൊക്കെ നമ്മൾ കാണിച്ചു കേട്ടോ. അപ്പം എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇതാണ് നമ്മളെ മീൻ കേട്ടോ. ഇതൊരു കിലോൻ്റെ മേലുണ്ട്. അപ്പം ഇത് നമ്മൾ ഗ്രില്ലുമ്പോൾ എന്തായാലും ഒതുങ്ങൂല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് 3 പീസാക്കിയിട്ട് നമ്മൾ ചുടാൻ പോകണം കേട്ടോ. അപ്പം നമ്മൾ ഈ ചിറകം വാല തുടങ്ങി കത്തിരണം കേട്ടോ. കത്തിരി മൂർച്ചയില്ല. എനിക്ക് ഒന്നുമില്ല. നല്ല വെയിറ്റാ. സാമിയുടെ എന്നാ ഇത് കുടിച്ചാ വാലൊന്ന്. സാമി അവിടെ ഇരുന്നോ. അത് മണ്ണാ ഇഷ്ട ഇഷ്ട ചെറുങ്ങനെ വിളിച്ചാൽ വിളിച്ചോ. ചെറുക്ക് പൂച്ചാളൊക്കെ ഇപ്പം തന്നെ റെഡി ആയി നിൽക്കുകയാണ്. ഇത് എപ്പോഴും ആഘോഷിച്ചിട്ട് നമ്മള് പറയാ അപ്പം നമ്മൾ ഫിഷ് ഏകദേശം തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കുടിച്ചോക്കെ തൊലിയുണ്ട് ഒക്കെ മാല പൂച്ചകളല്ലേ മാറ്റിക്കൊള്ളു. അപ്പം നമ്മൾ ഫിഷ് നല്ല കേക്ക് ക്ലീൻ ആക്കി നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി. അതായത് അധികം ചേരുവകൾ നമ്മൾ കാണിക്കാൻ പോകട്ടാ. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 3 ബാക്കി കുരുമുളക് കൂട്ടും ചേട്ടാ. ഇനി പറഞ്ഞല്ല. ഇനി ചപ്പ്. ഇനി ഇവിടെ തന്നെ ബാക്കിയിരിക്കണത് കുരുമുളക് കൊണ്ട് എടുക്കാൻ നമുക്ക് പെരിഞ്ചീരകം എടുക്കാണ്ട് കേട്ടോ. ഇതാണ് അതിനുള്ള മസാലകൾ. ഇപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മറക്കാണ്. ഈ ഒരു ചെറുനാരങ്ങ നീര് നമ്മളേക്ക് പിഴിഞ്ഞ് വയ്ക്കണം കേട്ടോ. അപ്പം ഇത്രയും ചേരുവകൾ നമ്മൾക്ക് കൂട്ടാൻ പോകുന്നത്. ഇനി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ കുഴച്ച് കാണിച്ചു കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകണില്ലേ. അപ്പോൾ ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലരൊക്കെ പറഞ്ഞു ഈ കൂട്ട് കറക്റ്റായി കാണില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറക്റ്റാക്കി പറഞ്ഞത് കേട്ടോ. അതൊന്നും വിചാരിക്കൊന്നും വേണ്ട. അപ്പം ഇതാണ് നമ്മളെ പേസ്റ്റ് ഇട്ടാ അരച്ച് കഴിഞ്ഞിക്കണേ. ഇനി നമ്മൾ കായം കൂട്ടാൻ പോവാണ്. ഇഞ്ചി അരഞ്ഞിട്ടില്ലേ തേയില മസാല ഇതുപോലെ കായം കൂട്ടിട്ടാ. ഇപ്പം എല്ലാം ശരിക്കും കണ്ടിക്കണില്ലേ എന്തൊക്കെ ഇട്ടുള്ള മുളക്, ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ കായം കൂടുതൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂർ സലാഡ് വെക്കണം. ബാക്കി അപ്പം
തിന്ന് കാണിച്ചാൽ മതി ഒക്കെ പറയും പറയും പടക്കം പൊടിക്കും പടക്കം പൊടിക്കും മക്കളത് വിചാരിച്ച മാറിട്ടാ അടിപൊളി ടേസ്റ്റ് നല്ല പൊടിയാ കുഴപ്പമില്ല നാളെ കഴിച്ചോളി ആഹാ അതാപ്പായി അടിപൊളി നല്ല അടിച്ചോ തന്നു നീ നല്ല ഡാൻസ് ആണ് സാധ്യത ഭീഷടാ നല്ല പൂത്തിരിനുള്ളൂ നീ എന്താ മേശ പോവാ മേശപ്പ് ഉണ്ടോ സാമ്യ ഇത് ഏര് കൊടുത്തോ ഞാന് നല്ല ഐഡിയ പൂർവ്വം വെച്ചോളാം കേട്ടോ കൊടുക്കട്ടാ കൊടുക്കടാ ആരെ നോക്കുന്നു സാൻഡി ചാടി കളിച്ചേ